ദിവ്യ എസ് അയ്യരെ വിഴിഞ്ഞം പോർട്ടിൻ്റെ MD സ്ഥാനത്ത് നിന്ന് മാറ്റിയത് അദാനി ഗ്രൂപ്പിന് വേണ്ടി തന്നെയാണെന്നുള്ളതിൻ്റെ തെളിവുകൾ ലഭിച്ചു. മുമ്പ് പിണറായി സർക്കാരിൻ്റെ കാലത്ത് ദിവ്യ എസ് അയ്യരെ MD സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ട് അദാനി ഗ്രൂപ്പ് പിണറായി സർക്കാരിന് കത്തയച്ചു. പക്ഷേ പിണറായി സർക്കാർ പറഞ്ഞത് തുറമുഖത്തിൻ്റെ കാര്യം നിങ്ങൾ നോക്കിയാൽ മതി, ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നാണ്. എന്നാൽ പിന്നീട് ഭരണം മാറിയപ്പോൾ ആദ്യ നടപടി എന്ന നിലയിൽ ദിവ്യയെ വിഴിഞ്ഞം പോർട്ടിൻ്റെ MD സ്ഥാനത്ത് നിന്ന് മാറ്റി. അതൊരു സ്വാഭാവിക സ്ഥലം മാറ്റമാണെന്നാണ് സതീശൻ പറഞ്ഞത്. പക്ഷേ അതൊരു സ്വാഭാവിക സ്ഥാനമാറ്റം ആയിരുന്നില്ല. വിഴിഞ്ഞത്ത് കരാർ ലംഘിച്ച് അദാനി പോർട്ടിന് ദിവ്യ എസ് അയ്യർ MD ആയിരിക്കെ പിഴയിട്ടത് 15 കോടി രൂപയാണ്. ആ 15 കോടി രൂപ പിഴയിട്ടതുമായി ബന്ധപ്പെട്ട് 15 കോടി രൂപ പിഴയിട്ടതുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പും ദിവ്യ എസ് അയ്യരും തമ്മിൽ അകൽച്ച നിലനിന്നിരുന്നു. മാത്രമല്ല, അദാനി ഗ്രൂപ്പിൻ്റെ നിയമം ലംഘിച്ചുകൊണ്ടുള്ള ഓഹരി വിൽപ്പന അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയുള്ള ഓഹരി വിൽപ്പന ദിവ്യ എസ് അയ്യർ തടഞ്ഞിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ദിവ്യ എസ് അയ്യരെ മാറ്റാൻ അദാനി ഗ്രൂപ്പ് ഒരു തരം നോക്കി ഇരിക്കുകയായിരുന്നു. അദാനി ഗ്രൂപ്പിൻ്റെ തരം താണ കളികളൊന്നും പിണറായി വിജയൻ സർക്കാർ അംഗീകരിച്ചിരുന്നില്ല. അഹമ്മദ് ദേവർകോവിൽ തുറമുഖ മന്ത്രിയായിരുന്നപ്പോൾ അദാനി ഗ്രൂപ്പിനെതിരെ ശക്തമായ നിലപാടുകളാണ് എടുത്തത്. അദാനി ഗ്രൂപ്പിന് വിഴിഞ്ഞം തുറമുഖം കൈക്കലാക്കാനുള്ള എല്ലാ നടപടികളും, അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖം വിറ്റഴിക്കാനുള്ള എല്ലാ നടപടികളും പല നടപടികളും അവരുടെ വിഴിഞ്ഞം തുറമുഖം വിറ്റഴിക്കാനുള്ള പല നടപടികളും തടഞ്ഞത് അഹമ്മദ് ദേവർകോവിലും ദിവ്യ എസ് അയ്യരും ഒക്കെയാണ്. അതിൽ ഇപ്പോൾ സതീശൻ മുഖ്യമന്ത്രി ആയപ്പോൾ സതീശനെ ആക്കിയതിന് പിന്നിൽ അദാനി ഗ്രൂപ്പിൻ്റെ താല്പര്യം പൊളിറ്റിക്സ് കേരള ചൂണ്ടിക്കാണിച്ചിരുന്നു. അദാനി ഗ്രൂപ്പ് സതീശന് വേണ്ടി കോടികൾ എറിഞ്ഞു എന്നുള്ളത് വ്യക്തം. സതീശൻ്റെ മംഗലാപുരം യാത്രയും, ചാർട്ടേഡ് ഫ്ലൈറ്റിലുള്ള മംഗലാപുരം യാത്രയും, അദാനി ഗ്രൂപ്പിൻ്റെ കർണാടക ചെയർമാൻ കിഷോർ ആൽവയും ആയുള്ള കൂടിക്കാഴ്ചയും ഒക്കെ ഒരുപാട് ദുരൂഹതകൾ ഉണ്ടാക്കുന്നതായിരുന്നു. അതിനുശേഷമാണ് അദാനി ഗ്രൂപ്പ് കേരളത്തിൽ അല്ലെങ്കിൽ വിഴിഞ്ഞത്ത് ശക്തമായി പിടിമുറുക്കി തുടങ്ങിയത്. കേരളത്തിൽ KSEB അദാനിക്ക് സതീശൻ ഭരിക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ സതീശൻ്റെ 5 വർഷത്തെ ഭരണകാലത്ത് 5 വർഷം സതീശൻ ഭരിക്കുമെങ്കിൽ കേരളത്തിലെ KSEBയും KSRTCയും ഒക്കെ അദാനിക്ക് എഴുതി വിൽക്കേണ്ടി അല്ലെങ്കിൽ എഴുതി കൊടുക്കേണ്ട ഗതികേട് സതീശൻ ഉണ്ടാക്കും. അതിനുള്ള മുൻകൂർ ജാമ്യമാണ് ഖജനാവിൽ പൈസയില്ല എന്നുള്ള സതീശൻ്റെ അതിനുള്ള മുൻകൂർ ജാമ്യം എടുക്കലാണ് ഖജനാവിൽ പൈസയില്ല എന്നുള്ള സതീശൻ്റെ നേരത്തെ ഉള്ള ഒരു പ്രസ്താവന. പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവ്. എന്തായാലും KSRTCയും KSEBയും വിഴിഞ്ഞം പോർട്ടും ഒക്കെ അദാനിക്ക് കയറി കളിക്കാനുള്ള ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ ആകും എന്നതിൽ തർക്കമൊന്നുമില്ല. ദിവ്യയെ മാറ്റിയത് സ്വാഭാവിക സ്ഥാനമാറ്റമാണെന്ന് സതീശൻ പറയുമ്പോൾ അതങ്ങനെ അല്ല എന്ന് രേഖകൾ തെളിയിക്കുന്നു. അദാനിക്ക് വേണ്ടി തന്നെയാണ് ദിവ്യയെ മാറ്റിയിരിക്കുന്നത്. വിഴിഞ്ഞത്ത് കരാർ ലംഘിച്ച അദാനി പോർട്ടിന് ദിവ്യ എസ് നായർ MD ആയിരിക്കെ പിഴയിട്ടത് 15 കോടി രൂപയാണ്. അദാനി കമ്പനിയുടെ നടപടികളെ അല്ലെങ്കിൽ ദുഷ്ചെയ്തികളെ ശക്തമായി എതിർക്കാൻ അല്ലെങ്കിൽ ശക്തമായി പ്രതിരോധിക്കാൻ ദിവ്യയ്ക്ക് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ദിവ്യ അവരുടെ കണ്ണിലെ കരടായി മാറുകയായിരുന്നു. ദിവ്യയെ മാറ്റിയതിനെ പറ്റിയുള്ള വിവാദങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റും സജീവമാണ്. സതീശൻ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ ഇരിക്കുന്നു. പക്ഷേ എല്ലാം സതീശന് അറിയാം.
എല്ലാം അറിയുന്നവൻ സതീശൻ. ഇനി അങ്ങനെ